പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവിൽ ഏറ്റവും പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രഭാതത്തിൽ ഉണർന്ന് ഈ വചനം ശ്രവിക്കുന്ന ഓരോ മക്കളെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം തന്നെ നിങ്ങൾ ഈ വചനഭാഗം, ഈ വചനജ്വാല മറ്റു മക്കളുമായി പങ്കുവയ്ക്കാൻ നോക്കണം കേട്ടോ. ഷെയർ ചെയ്യണം, അവർക്ക് അനുഗ്രഹം കിട്ടും. പ്രത്യേകിച്ച് അച്ഛൻ ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്ന വചനഭാഗം വിശുദ്ധ പൗലോസ് തിമോത്തിക്ക് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം 24-ാം വാക്യം. ആ വാക്യത്തിൻ്റെ പ്രത്യേകം എന്താണെന്നറിയാമോ? ദൈവം നമ്മളിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ഒരു നന്മ, ഒരു ഗുണം നമുക്കൊക്കെ ഒത്തിരി ആഗ്രഹിക്കുന്നതാണ്. പക്ഷേ കിട്ടാൻ ബുദ്ധിമുട്ടുള്ളതും നമുക്ക് പറ്റാത്ത ഒരു കാര്യമാണ്. എന്താണെന്നറിയോ? കർത്താവിൻ്റെ ദാസൻ കലഹപ്രിയനായിരിക്കരുത്, എല്ലാവരോടും സൗമ്യത ഉള്ളവനും യോഗ്യനായ അധ്യാപകനും ക്ഷമാശീലനുമായിരിക്കണം. എൻ്റെ കർത്താവേ, ഇതൊക്കെ കിട്ടുകയാണെങ്കിൽ നമ്മൾ ആരായിരുന്നല്ലേ? നമ്മളെല്ലാം ആഗ്രഹിക്കുന്നതാണ് അല്ലേ? എത്ര ദേഷ്യപ്പെടുന്ന വ്യക്തിയാണെങ്കിലും അത് കഴിയുമ്പോൾ ചിന്ത വരും, കർത്താവേ അത് വേണ്ടായിരുന്നു, പക്ഷെ ദേഷ്യപ്പെട്ടു പോകുക. നമ്മുടെ ആഗ്രഹമല്ലേ ഇത്? എല്ലാവരും ആഗ്രഹമാണ്. എങ്കിൽ നമുക്കിന്ന് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാം. കലഹപ്രിയനാകരുത്. പിന്നെ എന്താ പറയുന്നത്? എല്ലാവരും സൗമ്യത ഉള്ളവനാവണം. നല്ലതാ, സൗമ്യത വേണം. യോഗ്യനും അധ്യാപകനും ക്ഷമാശീലനും. അധ്യാപനം ഇപ്പോൾ എല്ലാവർക്കും ആവാൻ പറ്റില്ല, പക്ഷെ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് എന്താണ്? അയ്യോ എന്തൊരു പാവാണ്, സൗമ്യനാണ്, എല്ലാവരും ക്ഷമിക്കുന്നവനാണെന്നൊക്കെയാണ് അല്ലേ? അങ്ങനെ ആഗ്രഹമുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ പ്രാർത്ഥിച്ചാൽ നടക്കുകയും ചെയ്യും. ദൈവസന്നിധിയിലേക്ക് നമ്മൾ നമ്മുടെ ഈ ആഗ്രഹം കൊടുത്തു നോക്കി. ദൈവത്തിന് ഒറ്റ സ്പർശനം മതി. ഉദാഹരണം എടുത്ത് നോക്കിയേ, നമ്മുടെ മോശ എന്നാ ദേഷ്യക്കാരനായിരുന്നല്ലേ, മൂക്കത്തായിരുന്നു ചുണ്ടി. അതുകൊണ്ടാണ് ഞാൻ ചിന്തിക്കാറുണ്ട്, ഒറ്റ അടി കൊടുത്തപ്പോൾ ഒരു ഈജിപ്തുകാരനെ കൊന്നു, ഒറ്റയടിക്ക് മരിച്ചുപോയി. എന്നാ ദേഷ്യമല്ലേ? പക്ഷേ ആ മോശയെക്കുറിച്ച് കർത്താവ് എന്താ പറഞ്ഞത്? ലോകത്തിലേക്കും വെച്ച് ഏറ്റവും സൗമ്യനായ മനുഷ്യനെന്ന്. ഭയങ്കര മുൻകോപിയായ മോശയെ ഏറ്റവും സൗമ്യനായ വ്യക്തിയായി മാറ്റാൻ ദൈവത്തിന് സാധിക്കുമെങ്കിൽ പിന്നെ നമ്മയൊക്കെ സുഖമായിട്ട് മാറ്റും. നമ്മൾ ആഗ്രഹിച്ചാൽ മതി, നമ്മൾ പറഞ്ഞാൽ മതി, തമ്പുരാൻ കേട്ടോളും. അല്പം ചിന്തകൾ കൂടി വിശുദ്ധ ആഞ്ചലോ മെരീസി പറയുന്നുണ്ട്, എല്ലാവരോടും ഹൃദ്യമായി പെരുമാറണം, വളരെ ശ്രദ്ധിച്ച് സംസാരിക്കണം. പ്രത്യേകിച്ച് ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഏൽപ്പിക്കും. ആ കാര്യങ്ങൾ അവരോട് പറയുമ്പോൾ ഒരിക്കലും ബലപ്രയോഗത്തിലോ ദേഷ്യത്തോടൊന്നും പറയരുതെന്നാണ് പറയുന്നത്. കാരണം ഈ വിശുദ്ധൻ പറയുന്നത്, ദൈവം എല്ലാവർക്കും തീരുമാനമെടുക്കൽ കൃപ കൊടുത്തിട്ടുണ്ട്, കഴിവ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരിക്കലും അവരെ മേൽ കുതിര കയറരുത്. പിന്നെ ആരെയും ഒരിക്കലും നിർബന്ധിക്കരുത്. മറിച്ച് അവർ സൂചിപ്പിക്കുകയും അവരെ പ്രേരിപ്പിക്കുകയും സ്നേഹപൂർവ്വം ഉപദേശിക്കുകയും ചെയ്യണം. ഇതൊക്കെ നല്ല ഐഡിയ ആണ്, പക്ഷെ നമുക്ക് സാധിക്കും കേട്ടോ. നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ നമ്മുടെ ബലഹീനതകൾ, ഈ ദേഷ്യ സ്വഭാവമൊക്കെ വിട്ടുകൊടുക്കുക, സമർപ്പിക്കുക. കർത്താവ് നമ്മെ ഏറ്റെടുക്കും. ഒന്നുകൊണ്ട് ചെറിയ കാര്യങ്ങൾ അച്ഛൻ പറയാം. ഒന്ന്, വഴക്കൊക്കെ ഒഴിവാക്കണം. കർത്താവിൻ്റെ ദാസൻ ഒരിക്കലും വഴക്കാളിയാകരുത്, തർക്കിക്കരുത്. അതൊക്കെ വചനം പറയുകയാണ്, ഈ തർക്കങ്ങൾ ചുമ്മാ ചെന്ന് ഇടപെടരുത്. അതുപോലെ നമ്മൾ മറ്റുള്ള ദയ കാണിക്കണം. നമ്മളെല്ലാവരും മറ്റുള്ളവർ എന്നോട് ദയ കാണിക്കുന്ന ആഗ്രഹിക്കുന്നില്ലേ? നമ്മളെന്ത് ചെയ്യണം? നമ്മൾ മറ്റുള്ള ദയ കാണിക്കണം. അതുപോലെ സത്യത്തിന് വിരുദ്ധമായ ഒന്നും ചെയ്യരുത്. കൂടാതെ ക്ഷമയോടെ ആയിരിക്കുക. നമ്മൾ അസഹിഷ്ണുത കാണിക്കരുത്, പ്രകോപിക്കരുത്. ഒപ്പം തന്നെ പ്രിയമുള്ളവരെ, ഈ ഒരു അനുഗ്രഹം നിനക്ക് ലഭിച്ചതായി കണ്ട് നീ പ്രാർത്ഥിക്കണം. അപ്പോൾ ദേഷ്യപ്പെടുന്ന അവസ്ഥ വരുമ്പോൾ ശാന്തമായിട്ട് ഞാൻ ഡീൽ ചെയ്യുമെന്ന് ചിന്തിക്കണം. അതുപോലെ പലതരത്തിലും ഒരു പ്രൊവോക്കേഷൻ വരുമ്പോൾ നമ്മൾ ദൈവത്തോട് പറയണം, കർത്താവ് എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ കർത്താവ് നമ്മളെ നിയന്ത്രിക്കും, കർത്താവ് കൃപ തരും. നമ്മൾ എന്ത് ചോദിച്ചാലും ദൈവത്തിനറിയാം. ദൈവത്തിൻ്റെ മനോഭാവം കിട്ടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നതാണ്. അപ്പോൾ കർത്താവ് നമ്മളെ സഹായിക്കും. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മറക്കരുത്, എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഇന്ന് ധ്യാനിച്ച് പ്രാർത്ഥിച്ചത്, സൗമ്യനായി എല്ലാവരും പെരുമാറുക.
ദൈവമേ, സ്വർഗസ്ഥനായ പിതാവേ, എന്നെ ഏൽപ്പിക്കപ്പെട്ട മക്കളോട് സന്തോഷത്തോടെ പെരുമാറാനും ഇടപെടുവാനും എന്നെ സഹായിക്കണമേ. ആരെയും നിർബന്ധിക്കാതെ സ്നേഹത്തോടെ പറഞ്ഞു കൊടുത്തുകൊണ്ട് സ്വന്തമാക്കുവാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ. തീർച്ചയായിട്ടും നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ അച്ഛൻ ആശംസിക്കുന്നു നല്ലൊരു ഹൃദയത്തിൻ്റെ ഉടമകളായി എല്ലാവരെയും ദൈവം മാറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശ്വര ആശീർവാദം തരാം. നമ്മുടെ കർത്താവായ ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രൈസ് ദി ലോർഡ്.